السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. أعوذ بالله من الشيطان الرجيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. الحمد لله. എല്ലാവരും റമളാന്റെ എന്താണ് ബെസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞ് ഈമാനൊന്നും കുറയാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോവാന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ലാ. ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഡെയിലി അല്ലേ? അപ്പം നമ്മൾ അവസാനത്തെ 10 ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടാവുന്ന എല്ലാവരും ചെയ്തിട്ടുണ്ടാവുന്ന വിശ്വസിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മള് ഹൃദയത്തിന്റെ പോളിഷ് ചെയ്യല് അല്ലേ? അതായത് നമ്മളെ തിന്മകളിൽ നിന്ന് ഉള്ള തൗബ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഖേദിച്ച് മടങ്ങല്, ഇസ്തിഗ്ഫാർ ചെയ്യല്, അവസാനത്തെ 10 രാത്രികളിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കി തരാം, ഫുൾ ഇറേസ് ചെയ്ത് തരാം. അഫ്വ ആണ് അല്ലെ? അഫ്വ എന്നുള്ള വാക്കിന്റെ മീനിങ് തന്നെ അതാണ്. അത് കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്ത് കളയും, ഒന്നും ബാക്കി വെക്കാത്ത രീതിയിൽ. അപ്പം അത്രയ്ക്ക് പരിശുദ്ധമായ രാത്രികളായിരുന്നു. നമ്മളൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചവരാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അത് കഴിയുമ്പോൾ നാച്ചുറലി അതിൽ നിന്നൊക്കെ ഒരു മറവിയും അല്ലെ, അതിനൊന്നും അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കായ്മയും ഒക്കെ വന്നു പോവും. അപ്പം നമ്മളെ ഒന്നും എടുക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തത്, ഹൃദയത്തിൻ്റെത്. നമ്മൾ ഹൃദയത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് 35ാമത്തെ എപ്പിസോഡാണ്, കുഞ്ഞ് എപ്പിസോഡാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ട, പുതിയ കാര്യമല്ല, വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതായത് ഹൃദയത്തിനെ പോളിഷ് ചെയ്യുക. അതായത് ഹൃദയത്തിൽ നമ്മൾ ഓക്കെ, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, തൗബ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിർത്താനുള്ള ഒരു വകുപ്പില്ലല്ലോ അല്ലെ? അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. നമ്മൾ സ്ഥിരമുള്ളതുപോലെ ഒരു ഹദീസ് വെച്ച് തുടങ്ങാം. ഇമാം അഹ്മദ് തിർമിദി റിപ്പോർട്ട് ചെയ്ത്, അവർ തന്നെ അതായത് തിർമിദി ഹസൻ സ്വഹീഹ് ആക്കിയത്, അതേപോലെ അൽബാനി ഹസൻ ആക്കിയ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നക്തതുൻ സൗദാ. നിശ്ചയമായും ഒരു അടിമ ഒരു തെറ്റ് പ്രവർത്തിക്കുമ്പോൾ അവന്റെ കൽബിൽ ഒരു കറുത്ത കുത്ത് കുത്തപ്പെടും. നമ്മൾ ഈ ഹദീസ്, ഇതുപോലെയുള്ള ഒരു ഹദീസ് വളരെ വിശദമായിട്ട് മുമ്പ് കണ്ടതാണ്, എന്നാലും ഇത് അതിന്റെ വേറൊരു ആംഗിളിൽ നമുക്ക് കാണാം. അവൻ അതിൽ നിന്ന് അവന്റെ നഫ്സിനെ നീക്കി തൗബയും ഇസ്തിഗ്ഫാറും ചെയ്താൽ അവന്റെ കൽബ് ശുദ്ധിയാക്കപ്പെടും. എന്നാൽ അവൻ അതിലേക്ക്, ആ തെറ്റിലേക്ക് മടങ്ങിയാൽ അവന്റെ ഹൃദയത്തെ മൂടുന്നത് വരെ ആ കറുത്ത കുത്ത്, അതായത് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തുടർന്ന് പറയാണ്, അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ റാൻ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ റാൻ അല്ലെ? സൂറത്ത് മുത്തഫിഫീനിൽ നമ്മൾ പറയുന്ന ഒരു ആയത്താണ്, കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ല, പക്ഷെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ ഉണ്ടാക്കിയിരിക്കുന്നു, റാൻ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളാണ് അല്ലെ? എന്തൊരു കാര്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും അവിടെയൊക്കെ തടസ്സങ്ങളാണ്. നമ്മൾ വിചാരിച്ച പോലെ, പ്ലാൻ ചെയ്ത പോലെ ജീവിതത്തിൽ നമുക്ക്, ഐഹിക ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റാറില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്കുള്ള, അള്ളാഹുവിലോട്ടുള്ള നമ്മളുടെ യാത്രയും. അതിൻ്റെതായ തടസ്സങ്ങൾ എപ്പോഴും ഉണ്ട്, എപ്പോഴും ഓരോ തടസ്സങ്ങൾ ഉണ്ടാവും അല്ലെ? പക്ഷെ ഈ ഹദീസ് നമ്മളെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട്. എന്ത്? അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി. അതായത് അള്ളാഹുവും നമ്മളുമായിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹുലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? നമ്മുടെ തിന്മകൾ തന്നെ അല്ലെ? അപ്പം ആ തിന്മകളിൽ നിന്ന്, തിന്മകളുടെ മേലെ ഉയരാനുള്ള പവർ നിങ്ങൾക്കുണ്ട് അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് കംപ്ലീറ്റ് തുടച്ചു നീക്കാനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങൾ അള്ളാഹുവിന്റെ യാത്രയിൽ, അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് തുടച്ചു നീക്കി അതിന്റെ മേലെ ഉയരാൻ, അള്ളാഹുലേക്ക് ഓടി അടുക്കാനുള്ള പവർ നമുക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസും കൂടിയാണ്. പക്ഷെ നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ അതുപോലെ ഹൃദയത്തിൽ നിന്ന് അത്തരം തിന്മകളെ നമ്മൾ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ലെങ്കിൽ, അത് ഈ കുഞ്ഞു കറുത്ത പുള്ളി വലുതായി 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 നമ്മളെ ഹൃദയത്തിനെയും അതുവഴി നമ്മളെ ജീവിതത്തിനെയും തന്നെ നശിപ്പിച്ചു കളയും. സുബ്ഹാനല്ലാഹ് എന്നാണ് ഒരു, എന്താ പറയുക, രത്ന ചുരുക്കം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന് ഓരോ പാർട്സ് എടുത്തിട്ട് നോക്കാം.
ഈ കറുത്ത കുത്ത് അല്ലെങ്കിൽ റാൻ എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ടൊന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിനകത്തിൽ ഈ എന്താണ് നമ്മളുടെ തിന്മകൾക്ക് നമ്മളുടെ ഹൃദയത്തിന്റെ മേലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ കുഞ്ഞു തിന്മയും ഹൃദയത്തിന്റെ മുകളിൽ ഒരു കറുത്ത പുള്ളി ഇടുന്നു, നമ്മൾ മുമ്പേ കണ്ടിരുന്നു അല്ലെ. ആൻഡ് ആ കറുത്ത പുള്ളിയുടെ വലുപ്പം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ അത് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഹൃദയത്തിന്റെ പിക്ചർ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മയും അത് ഹൃദയത്തിന്റെ മുകളിൽ ഒരു കറുത്ത പുള്ളിയുടെ അടുത്തത് ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത് വേറൊരു കറുത്ത പുള്ളി, അങ്ങനെ കുറേ കറുത്ത ഡോട്ട്സ് വരുമ്പം എന്താവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കാം. അതും ഈ ഓരോ പുള്ളിയും നമ്മൾ ചെയ്യുന്ന തിന്മയുടെ സിവിയറിറ്റി അനുസരിച്ച് എത്രത്തോളം തീവ്രമായിട്ടുള്ള ഭയങ്കര മോശപ്പെട്ട തിന്മയാണോ ചെയ്യുന്നത് അത്രത്തോളം വലുതായിരിക്കും അല്ലെങ്കിൽ അത്രത്തോളം തിക്കായിരിക്കും ഈ കറുത്ത പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തം ഇതാണ് ഈ തിന്മകളെ കുറിച്ച്. അപ്പം നമ്മൾ ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോകുന്ന ഒരു തിന്മ അല്ലെങ്കിൽ ഒന്നിലധികം തിന്മകൾ ഉണ്ടാവും അല്ലെ, സുബ്ഹാനല്ലാഹ്, അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മളും നമ്മളുടെ തിന്മകളും മാത്രം മതി. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനെയും അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോരുത്തരും വേറൊരാളുടെ കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ഞാനും എന്റെ തിന്മകളും. അപ്പം അതിനെ ഞാൻ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് തുടരാം ഇൻഷാ അല്ലാഹ് ഈ ബ്ലാക്ക് ഡോട്ടും റാനും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളുടെ ഈ ഓരോ തിന്മകളുടെയും ഡാമേജിങ് ഇഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അപകടകരമായ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജറുൽ അസ്വദിനെ കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. തിർമിദി റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നസലൽ ഹജറുൽ അസ്വദു മിനൽ ജന്നതി വഹുവ അശദ്ദു ബയാദൻ മിനൽ ലബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് അവതരിക്കുന്ന സന്ദർഭത്തിൽ പാലിനേക്കാൾ വെളുത്തതായിരുന്നു. വഹുവ അശദ്ദു ബയാദൻ, ബൈദ് അല്ലെ, നമുക്കറിയാം ബീദ്, അയ്യാമുൽ ബീദ് നമ്മൾ പറയാറുണ്ട്, വൈറ്റ് ഡേയ്സ്. അപ്പം വഹുവ അശദ്ദു ബയാദൻ മിനൽ ലബനി, പാലിനേക്കാൾ വെളുത്തതായിരുന്നു എന്ത്, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഫസവ്വദത്ഹു ഖതായ ബനി ആദം, എന്നാൽ മനുഷ്യരുടെ ആദമിന്റെ മക്കളുടെ പാപം കൊണ്ട് ഖതായ എന്തായി, അത് കറുത്തുപോയി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇത് ഹദീസ് റിപ്പോർട്ട് ചെയ്തതാണ്, അൽബാനി സ്വഹീഹാക്കി തിർമിദിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, ഒരു മനുഷ്യന്മാരുടെ തിന്മയ്ക്ക് ഒരു കല്ലിനോട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കല്ലിന് ഉണ്ടാക്കാൻ പറ്റുന്ന റിസൾട്ടാണിത്. മനുഷ്യന്മാര് തിന്മ ചെയ്യുന്നത്. കാരണം കല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, നമ്മൾ അനങ്ങാപ്പാറ എന്നൊക്കെ പറയും, അതിന് യാതൊരു മാറ്റം ഒരു കുലുക്കവും ഉണ്ടാവില്ല അല്ലെ. അതിന് അത്രയും ശക്തി കൊടുത്ത് നമുക്ക് പൊട്ടിക്കാം എന്നുള്ളതിനപ്പുറം കല്ലിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ. അപ്പം കല്ലുകൾക്ക് നമ്മളുടെ തിന്മകൾ കാരണം ഉണ്ടാക്കാവുന്ന റിസൾട്ട്, അതായത് പാലിനേക്കാൾ വെളുത്ത കല്ല് എന്ന ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിനെ മനുഷ്യന്മാരുടെ പാപം കാരണം അതിപ്പം എന്തായി, അസ്വദായില്ലേ. അസ്വദ് എന്താ, സൗദ എന്നുള്ള വാക്ക് അതിൽ നിന്ന് വരുന്നതാണ്, കറുത്തത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം കറുത്ത കല്ലായി മാറി. ഇത്രയും വെളുത്ത കല്ല് മനുഷ്യന്റെ പാപങ്ങൾ കാരണം കറുത്ത കല്ലായിട്ട് മാറി. അപ്പൊ ഒരു കല്ലിന് ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിന്, ഒരു ജീവനുള്ള ഒരു അവയവത്തിന് എത്രത്തോളം ഇഫക്റ്റ് നമ്മളുടെ തിന്മകൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും നമ്മളെ തിന്മകൾക്ക് നമ്മളെ ജീവിതത്തിന് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടിനും ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണിത് അല്ലെ. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാരുടെ തിന്മകൾ കാരണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ഹജറുൽ അസ്വദ് ആദ്യം വെളുത്തതായിരുന്നു, അത് കറുത്തുപോയി എന്ന് പറയുമ്പോൾ നമ്മളുടെ തിന്മകൾക്ക് നമ്മുടെ ചുറ്റുപാടിനും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റിസൾട്ടിലേക്കുള്ള ഒരു സൂചനയും കൂടിയാണത്. ജീവനില്ലാത്ത വസ്തുക്കളെ പോലും നമുക്ക് മോശമായിട്ട് ഇഫക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണത്. ലോകത്തിന്റെ ഭംഗി പോലും കിടത്തിക്കളയുന്ന അല്ലെ. വെള്ളക്കല്ല് എന്ന് പറയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കില്ലേ, നമ്മളൊക്കെ വീടുകളിൽ വെള്ളക്കല്ല് മാർബിളൊക്കെ ഇടാന്ന് പറയുന്നത് ഭയങ്കര വെളിച്ചവും ഭയങ്കര ഭംഗിയും അല്ലെ. അപ്പൊ അതിനെ കറുപ്പാക്കി അതിന് മുകളിൽ ഒരു കറുപ്പ് ടാർ ഒഴിക്കുന്ന ഒരു സീനൊന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്, അതിന്റെ എല്ലാ ഭംഗിയും പോവുക അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന തിന്മകള് നമ്മളുടെ ചുറ്റുപാടിനെ, നമ്മളുടെ പരിസ്ഥിതിനെ, നമ്മളുടെ ചുറ്റുപാടും ജീവിക്കുന്ന ജീവികളെ, മനുഷ്യന്മാരെ, ജീവനില്ലാത്തതിനെ പോലും ഇഫക്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ പോലും ഭംഗിയെ തട്ടിക്കെടുത്തി കളയാൻ പറ്റുമെന്ന്
സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ്. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ചില സമയത്ത് നമ്മളെല്ലാവരും തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കുറേ നാള് അവരങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ, എന്റെ ജീവിതം ഇങ്ങനെ, ഇവരങ്ങനെ ആയതുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരു കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഞാനാ ചേഞ്ച് ചെയ്യണ്ടേന്ന് മനസ്സിലാക്കി തുടങ്ങി. നമ്മൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് ചേഞ്ച് വരുത്താൻ നോക്കുമ്പം നമ്മളെ ചുറ്റുപാടും ഇങ്ങനെ മാറുന്നത് പോലെ അല്ലെ? പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പലരും സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ ഇവരൊക്കെ മാറിയോ എന്ന് നമുക്ക് തോന്നും. നമ്മളെ ലോകം തന്നെ മാറിയോ, അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷൻസ് ഒക്കെ മാറി, എല്ലാം ഒരു പോസിറ്റീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? അപ്പം നമ്മളെ തിന്മകൾക്ക് ചുറ്റുപാടിനും ഇങ്ങനത്തെ മോശം ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ഉള്ളിലെ നന്മകൾക്ക് ചുറ്റുപാടിനും ഭംഗി കൂട്ടാൻ പറ്റും. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് വരെ ചേഞ്ച് വരുത്താൻ നമ്മളെ നന്മകൾക്ക് സാധിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മളെ തിന്മകളാണെങ്കിലോ ലോകത്തിന്റെ ഭംഗി തന്നെ തല്ലിക്കെടുത്താൽ മാത്രം ഉള്ള പവർ ഉണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തിന്മകൾക്ക്. സമാധാനമില്ലായ്മ അല്ലെ, വഴക്ക്, തിന്മകള്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾ എടുത്തു കളയല് അല്ലെ. എന്താണ്, ഇപ്പൊ ഒരു കൃഷിയാണെങ്കിൽ പോലും അതിനുള്ള ശരിക്കുള്ള ഒരു റിസൾട്ട് ഒക്കെ കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ മഴ കിട്ടാതിരിക്കാൻ, ചൂട് കൂടാൻ, വെള്ളപ്പൊക്കം ഉണ്ടാവാൻ, ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹങ്ങൾ തടഞ്ഞു വെക്കാൻ, സമൂഹത്തിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ വർദ്ധിക്കാൻ ഒക്കെ നമ്മളെ തിന്മകൾക്ക് സാധിക്കും. നമ്മളെ തിന്മകൾക്ക് നമ്മുടെ ചുറ്റുപാടിനും എന്താണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, നമ്മളുടെ മോറൽ ഫെയിലിയറിന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ തിന്മകളെ കുറിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടിന്റെ ഭംഗി അല്ലെ, എളുപ്പം, സമാധാനം ഒക്കെ കൂട്ടാൻ പറ്റും. എങ്ങനെ ഈ ബ്ലാക്ക് സ്റ്റോണിന് അതിന്റെ ഒറിജിനൽ പ്യൂരിറ്റി, ഹജറുൽ അസ്വദിന് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഭംഗിയും അതിന്റെ ശുദ്ധിയും നഷ്ടപ്പെട്ടുവോ മനുഷ്യന്മാര് കാരണം, അതേപോലെ നമ്മളുടെ തിന്മകള് നമ്മളുടെ ഭംഗിയും നമ്മളുടെ ശുദ്ധിയും നമ്മുടെ തിളക്കവും ഒക്കെ കെടുത്തിക്കളയാം. എല്ലാവരും അവനവന്റെ ഏതെങ്കിലും, ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു തിന്മ, ഒന്നിലധികം തിന്മകളോ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് എന്നുള്ളത് അല്ലെ. അത് വെച്ചിട്ട് ചിന്തിക്കുക. നമ്മൾ ഓരോന്ന് പറയുമ്പോഴും നമ്മൾ അങ്ങനെയുള്ള തിന്മകളെ വളരാൻ വിട്ടിട്ടുണ്ടോ, അതിനെ കെയർ ചെയ്യാതെ അല്ലെ, അതിനെ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്താതെ ചെയ്തിട്ടുണ്ടോ, അത് കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ, നമ്മുടെ ചുറ്റുപാടുകൾക്ക് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നോക്കാം. ഓരോ തിന്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്ത് നോക്കുക, അതിന്റെ മുകളിൽ ഒരു ബ്ലാക്ക് പുള്ളി ഒരു സ്കെച്ച് പെൻ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് നമ്മളുടെ ഹൃദയത്തിന്റെ മുകളിൽ ഓരോ തിന്മയും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ഒരു നല്ല ഭംഗിയുള്ള ഒരു മതിൽ വൈറ്റ് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് മുകളിൽ ഒരു കുട്ടി ഒരു ബ്ലാക്ക് സ്കെച്ച് പെൻ എടുത്ത് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് എന്ത് ദേഷ്യം വരും അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെയാണ്. അല്ലെങ്കിൽ ഒരു നല്ല നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു സ്റ്റീലിന്റെ മുകളിൽ ഒരു ലെയർ തുരുമ്പ് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ് ഓരോ തിന്മകളും. നമ്മളുടെ തിന്മകൾ എന്ന് പറയുന്നത് നമ്മുടെ പരലോകത്ത് മാത്രമല്ല നരകം, നമ്മളെ ഭൂമിയിലെ ജീവിതം പോലും ഹെല്ലിഷ്, നരക തുല്യമാക്കാനുള്ള പ്രാപ്തി നമ്മളുടെ തിന്മകൾക്കുണ്ട്. പലപ്പോഴും നമുക്ക് എനിക്ക് ഇവിടെ ക്ലാസ്സിലിരിക്കുന്ന അധികം ആളുകളും ഓവർ ദ ടൈം ക്ലാസ്സുകളൊക്കെ കേട്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റിയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മളെയൊക്കെ ഒരു 10-15 കൊല്ലം മുമ്പുള്ള ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ തന്നെ പ്രവൃത്തികൾ കാരണം നമ്മളുടെ ജീവിതങ്ങൾ പലപ്പോഴും നരകതുല്യമായിരുന്നു. നമുക്ക് സമാധാനക്കേടുകളായിരുന്നു. നമ്മളുടെ നാവ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, നമ്മളുടെ നായിന്ന് വരുന്ന സംസാരം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പല പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ നമ്മളിങ്ങനെ ഓവർ ദ ടൈം മെല്ലെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാറ്റാൻ തുടങ്ങിയപ്പോൾ ആ ഒരു നരക തുല്യതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മെല്ലെ മാറി തുടങ്ങിയില്ലേ. അപ്പം അതൊക്കെ നമ്മൾ ശരിക്കും കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഉണ്ട് നമ്മളുടെ തിന്മകൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഫക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന് തന്നെ എടുത്തു കളയാൻ മാത്രം പവറുള്ള ഒരു സാധനമാണ് തിന്മ. ഭംഗിനെ, സമാധാനത്തിന് ഒക്കെ നമുക്ക് എന്തെങ്കിലും സമാധാനക്കേട് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ തിന്മകളിലേക്കാണ്. ഓക്കെ, നമ്മളെ ഒരു തരം ആങ്സൈറ്റിന്റെയും ഒരു ഭയത്തിന്റെയും സമാധാനക്കേടിന്റെ ഒക്കെ ജയിലിൽ അടയ്ക്കാനുള്ള പവർ ഈ തിന്മയ്ക്കുണ്ട്. നമുക്ക് ഒരു തരത്തിലുള്ള തൃപ്തി ഇല്ലാതിരിക്കുക, ദേഷ്യം ഉണ്ടാവുക, നമ്മളെ അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ മെല്ലെ അകറ്റിക്കൊണ്ടു പോകാനുള്ള പവറൊക്കെ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്കുണ്ട്. തിന്മകൾ എന്ന് ഞാൻ ജനറലി പറയുന്നേ ഉള്ളൂ. കാരണം ഓരോരുത്തർക്കും അറിയാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ എന്താണ്, ഞാൻ പെട്ടിരിക്കുന്ന തിന്മ എന്താണെന്ന് അല്ലെ. അതിനെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നോറും അത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് സ്വയം
ചിന്തിക്കാൻ വേണ്ടി, ഇൻട്രോസ്പെക്ട് ചെയ്യാൻ വേണ്ടി, വിചാരണ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം അങ്ങനെയുള്ള തിന്മകളിൽ നിൽക്കുന്നു, അത്രത്തോളം നമുക്ക് ആങ്സൈറ്റിയും ഭയങ്ങളും തൃപ്തിക്കുറവുകളും ദേഷ്യവും അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ചയും ഒക്കെ കൂടിക്കൂടി വരെയുള്ളൂ. നമ്മളെ ഓരോ പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും ഒരു തിന്മ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കണക്ഷനാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് അല്ലേ. അതിനുവേണ്ടി നമ്മൾ ശരിക്കും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് മുന്നേറുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകലുന്നതിന് പകരം അടുക്കുന്നത്, നമുക്ക് കംഫർട്ട് കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹിന്റെ അടുത്തുനിന്ന് നമ്മൾ ഈ തിന്മകൾ അകറ്റുമ്പോൾ അല്ലെ, അള്ളാഹുവിന്റെ അടുത്തുനിന്ന് അകറ്റുമ്പോൾ ആർക്കാണ് കംഫർട്ട് കിട്ടുക, ആർക്കാണ് ആശ്വാസം കിട്ടുക അല്ലെ, ആർക്കാണ് ഒരു ജീവിതത്തിന് ഒരു ഭംഗിയും ആസ്വാദ്യതയൊക്കെ ഉണ്ടാവുക. കാരണം ഈ കംഫർട്ടിന്റെയും ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ഭംഗിയുടെയും ഒക്കെ ഉറവിടം എന്ന് പറയുന്നത് അള്ളാഹാണ്. അള്ളാഹിന്റെ അടുത്തുനിന്ന് ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കിട്ടൂല അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ലൈറ്റ്, ഓക്കെ, നല്ല വെളിച്ചമുള്ള ഒരു ലൈറ്റാണ്, നമ്മൾ റൂമിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മെല്ലെ ഈ റൂമിന്റെ പുറത്തേക്ക് പോയി വാതിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റ് കിട്ടുമോ? അപ്പോൾ നമ്മൾ ലൈറ്റിന്റെ സോഴ്സിൽ നിന്ന് ദൂരത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ലൈറ്റ് കിട്ടൂല. അതുപോലെ ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ഭംഗിയുടെയും ഒക്കെ ഉറവിടം അള്ളാണ്. അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സാധനമൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ സാധനം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ആശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ, സമാധാനം ഇല്ലാന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഭംഗിയില്ല, ജീവിതത്തിന് ഒരു ആസ്വാദ്യത ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ അടുത്ത് പറയാം, ഞാൻ അള്ളാഹിന്റെ അടുത്ത് നിന്ന് അകന്നുകൊണ്ടിരിക്കുക, എന്റെ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല തിന്മകള് നമ്മളെ സത്യം കാണുന്നതിൽ നിന്നും തടയും. സത്യം ചിലപ്പോൾ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ ഉണ്ടാവും, നമ്മളടുത്ത് പലരും പലതും പറഞ്ഞു തരുന്നുണ്ടാവും. സത്യത്തിനെ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും മറയിട്ട് കളയാം. സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് കൂടുതൽ കറപ്ഷനോട്, ഫസാദിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം. ശൈത്താനിനോട്, നമ്മുടെ നഫ്സിന്റെ ഇച്ഛകളോടും ആയിരിക്കും കൂടുതൽ ഇഷ്ടം. നമ്മൾ എത്രത്തോളം നമ്മളുടെ തിന്മകളിലേക്ക് നമ്മൾ വീഴുന്നുവോ, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കാതിരിക്കുന്നുവോ, അത്രത്തോളം നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ സത്യങ്ങളെ മറച്ചു കളയാം അല്ലാഹു സുബ്ഹാനഹു വതആല. അത്രത്തോളം നമുക്ക് ഫസാദിനോടും ഇബ്ലീസിനോടും നമ്മുടെ നഫ്സിനോടുമായിരിക്കും കൂടുതൽ ഇഷ്ടം. അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് മെല്ലെ മെല്ലെ കുറയും. ഓരോ തിന്മയുടെ കൂടെയും നമ്മളുടെ ഇഖ്ലാസ് മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മുടെ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളുടെ സത്യം മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മളൊരു ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ തഫ്സീർ ക്ലാസ്സും ഒക്കെ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും അല്ലേ. ചിലർക്ക് അപ്പം ഒരേ കാര്യം തന്നെ ആയിരിക്കും ചിലപ്പോൾ 100-1000 ആളുകളോട് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ലെവലിലാണ് അത് കണക്ട് ചെയ്യാൻ പറ്റുക. ചിലർ അതിനെക്കുറിച്ച് ഒരുപാട് ആഴത്തിൽ ചിന്തിക്കും. ഒരുപക്ഷെ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പറ്റും. അത് അവരുടെ അവസ്ഥയാണ്. അവരെത്രത്തോളം തിന്മയിൽ കുറവുള്ളവരാണോ, അവർക്ക് അത്രത്തോളം ആ സത്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം നമ്മൾ തിന്മയിൽ മുങ്ങി ഇരിക്കുന്ന ആൾക്കാരാണോ, അത്രത്തോളം കുറച്ചേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അത് വല്ലാത്തൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഗൈബായിട്ടുള്ള ഒരു കാര്യം. എത്രത്തോളമാണ് നമ്മളുടെ മുന്നിലുള്ള ഇൽമ അല്ലെങ്കിൽ ഹിദായത്ത് നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് നമ്മളുടെ തിന്മയുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ തഖ്വയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും. സുബ്ഹാനല്ലാഹ്. വേറെ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ ഉണ്ടോ, ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷോ സയൻസോ മാത്സോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് തന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുക എന്നതിനപ്പുറം അതിന് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. പ്രാക്ടിക്കലി ഒരു എക്സാം പാസ്സാവാന്നുള്ള. പക്ഷെ നമ്മൾ ഖുർആൻ പോലെയുള്ള ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മളെ തിന്മയുടെ അളവിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ തഖ്വയുടെ അളവിനനുസരിച്ചാണ് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുള്ളൂ. അത്രത്തോളം അതിനനുസരിച്ചാണ് നമുക്ക് അതിലുള്ള സത്യം മനസ്സിലാക്കാനുള്ള കഴിവ്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ്. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ തിന്മകൾക്ക് തടയിടണം. അവിടെയാണ് കാര്യം കിടക്കുന്നത്. അപ്പൊ നമ്മളുടെ ഹൃദയത്തിന്റെ മേലെയുള്ള ഈ ബ്ലാക്ക് മാർക്സ് എന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ മുകളില് കറുത്ത പുള്ളി വരും നമ്മൾ പറഞ്ഞല്ലേ, അത് നമുക്ക് കാണാനൊന്നും പറ്റൂല. പക്ഷെ അതിന് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് മിസ്സാവാത്ത ഇഫക്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ജീവിതത്തിൽ അത് ഉണ്ടാക്കുന്ന ഇഫക്റ്റ് നമുക്ക് ശരിക്കും നോട്ടീസ് ചെയ്യാൻ പറ്റും. ഹൃദയത്തിന് മുകളിൽ കറുത്ത പുള്ളി നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഹൃദയത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റിനെ നമുക്ക് ശരിക്കും നോട്ടീസ് ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും നമുക്ക് നമ്മളെ ജീവിതം പീസ്ലെസ്, ഒരു സമാധാനം ഇല്ലാണ്ട് ഇറങ്ങാറായിട്ട് പല തരത്തിലുള്ള കയറുന്ന ചിന്തകൾ നമ്മളെ ജീവിതത്തിലുണ്ട്, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ, അതായത് ഒരു പ്രശ്നവും ഇല്ലായിട്ടും എനിക്ക് മനസ്സിന് സമാധാനം ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? ഈ ബ്ലാക്ക് ഡോട്ടിലേക്ക് പോകണം. നമ്മൾ ഹൃദയത്തിന്റെ മുകളിൽ ബ്ലാക്ക് ഡോട്ട്സിന്റെ അടുത്തേക്ക് പോയിട്ട് അതിനെ മായ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സമാധാനത്തിലേക്ക് എത്താൻ പറ്റുക.
ഖുർആനും ഹദീസിന്റെയും ഒക്കെ റിമൈൻഡേഴ്സ് എത്ര നമുക്ക് കിട്ടിയിട്ടും നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങോട്ടാ കണക്ട് ചെയ്യേണ്ടത്? നമ്മളുടെ ഈമാനിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എത്രത്തോളം ഇതൊക്കെ കിട്ടിയിട്ട് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ, എനിക്കൊരു സമാധാനം ഇല്ലല്ലോ, എനിക്കൊരു സന്തോഷം ഇല്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നമ്മളുടെ ഈമാനിലേക്ക് കണക്ട് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾക്ക് സമാധാനവും സന്തോഷവും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇഷ്ടമുള്ളതിലല്ല, പകരം അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഹൃദയത്തിന്റെ വീക്ക്നെസ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, അതിന്റെ കാരണം നമ്മളെ ഹൃദയത്തിലെ ഈമാന്റെ വീക്ക്നെസ് ആണ്. ഓക്കെ, നമുക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ച കാര്യങ്ങളിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും? അള്ളാഹ് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ഭയങ്കര കഠിനമാണ്, അള്ളാഹ് എന്താ ഇങ്ങനത്തെ റൂൾ ഇറക്കി എന്നല്ല വിചാരിക്കേണ്ടത്. പകരം ഞാൻ അതിലേക്ക് എത്താനായിട്ടില്ല, എന്റെ ഹൃദയം വീക്കാണ്, എന്റെ ഈമാൻ വീക്കാണ്, എന്റെ ഹൃദയത്തിന്റെ മുകളിൽ കറുത്ത ഡോട്ട്സ് കൊണ്ട് ഒരു കവറിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളെ തിന്മകളിലേക്ക് നമ്മൾ മടങ്ങുക, അത് മയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈവൻ നമ്മുടെ മുഖത്ത് പോലും, അതായത് അങ്ങേയറ്റം തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുഖത്ത് പോലും തിന്മകൾക്ക് മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹൃദയത്തിന്റെ മുകളിൽ കറുപ്പ് മുഖത്തെന്ന് മാത്രമല്ല, അവർക്ക് ഫുൾ എപ്പോഴും അവരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു സമാധാനക്കേടും ഒരു സന്തോഷമില്ലായ്മയും, അവരുടെ സംസാരത്തിൽ എപ്പോഴും നിരാശയും, അല്ലെ, അല്ല അവരുടെ ജീവിതത്തിന്റെ മൊത്തത്തിലെ ബ്യൂട്ടിയും വെളിച്ചവും ഒക്കെ അവരുടെ സംസാരം, അവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫുൾ നെഗറ്റീവ് വൈബാ കിട്ടുക, ഒരു പോസിറ്റിവിറ്റി കിട്ടൂല. എന്നാൽ വേറെ ചിലരുടെ അടുത്ത് നമ്മൾ കുറച്ചേരം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യും, എനർജൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെ, ഒരുപാട് പോസിറ്റീവ് ഇത് കിട്ടും. അതെന്തുകൊണ്ടാ? അവരുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. ആ വെളിച്ചം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഹൃദയത്തിലുള്ള കറുത്ത പുള്ളി മയക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളെ തിന്മകൾ ഇങ്ങനെ നമ്മളെ ഹൃദയത്തിന്റെ മുകളിൽ ഈ കറുത്ത പുള്ളി കളക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് അള്ളാഹുലേക്കുള്ള വഴി കംപ്ലീറ്റ് ബ്ലോക്ക് ആവും. ഈ ഒരു റാനിനെ കുറിച്ചാണ് ഈ ഹദീസ് അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞതായിട്ട് ഈ ഹദീസ് ഇവിടെ പറയുന്നത്. റാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കവറിങ് ആണ്, ഒരു ലെയർ, ഒരു തൊലി. ഓക്കെ, ഹൃദയത്തിന്റെ ചുറ്റും കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊലിയാണ് റാൻ. റാൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു സ്റ്റീലിന്റെ പാത്രം ആലോചിക്കുക. ആ സ്റ്റീലിന്റെ പാത്രം കുറേ നാള് നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ ഇട്ടിട്ട് നനഞ്ഞ് ഒക്കെ നിന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ലെയർ തുരുമ്പ് വന്നതും ആലോചിക്കുക. അതുപോലെയാണ് റാൻ. റാൻ ഇല്ലാത്ത ഹൃദയം എന്ന് പറയുന്നത് ഈ വെട്ടിത്തിളങ്ങുന്ന സ്റ്റീൽ പോലെ, സുബ്ഹാനല്ലാഹ്, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാ അല്ലെ. എന്നാൽ ഇതിന്റെ മുകളിൽ ഈ റാൻ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു തുരുമ്പിന്റെ ലെയർ വന്നു കഴിഞ്ഞാൽ അതിനെ കാണാനും ഒരു ഭംഗിയില്ല, അതിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആയിട്ട് മാറും അല്ലെ. അപ്പം എത്രത്തോളം ആ റാൻ നമ്മൾ കളക്ട് ചെയ്യുന്നുവോ, എത്രത്തോളം തിക്കായിട്ട് ആ ലെയർ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതായത് എത്രത്തോളം കറുത്ത പുള്ളികൾ അനുവദിച്ച് തിന്മ ചെയ്ത് ഇതാക്കുന്നു, അത്രത്തോളം നമ്മളെ ഹൃദയത്തിന് അത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കളയും, കംപ്ലീറ്റ്ലി ഡിസ്റ്റോർട്ട് ചെയ്ത് കളയും. അതായത് ആകെക്കൂടെ അതിലേക്ക് ഒന്നും കയറാത്ത ഒരു അവസ്ഥയിലേക്ക് കവറിങ് എത്തും. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് മുത്തഫിഫീനിൽ 13-14 ആയത്തുകളിലാണ് ഇത് പറയുന്നത്. ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. അവന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ പറയും ഇത് പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ്. അല്ലെ, ഖുർആനിലെ സുബ്ഹാനല്ലാഹ് നമുക്കൊക്കെ അറിയാം അല്ലെ. നമ്മളൊക്കെ ഇപ്പം എനിക്കൊന്നും ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ തഫ്സീർ സ്റ്റുഡൻസ് ആണ്. അപ്പം മുമ്പൊക്കെ നമ്മൾ ഖുർആനിൽ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ കുറെ സ്റ്റോറീസ് ആണ് അല്ലെ, ബനി ഇസ്രായേലിനെ കുറിച്ചുള്ള കഥകളാണ് എന്നാണ് നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും. ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അതായത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് അവരെടുത്ത് പറഞ്ഞത് അല്ലെ. അള്ളാഹു അവരെടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ അവരെടുത്ത് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഇതൊക്കെ കുറെ ഹിസ്റ്ററിയാണ്. പക്ഷെ അത് ഹിസ്റ്ററി ആയതുകൊണ്ടല്ല. എന്തുകൊണ്ടാണ്? അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറയുണ്ടാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് അവരുടെ അടുത്ത് സത്യം പറയുമ്പം, അവരുടെ അടുത്ത് അവരുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പറയുമ്പം അവരതിനെ റിജക്ട് ചെയ്യണല്ലേ, ആ സത്യത്തിനെ റിജക്ട് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ഹൃദയങ്ങള്
തിന്മകളാൽ മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹൃദയങ്ങളുടെ മുകളിൽ തിന്മകളുടെ ഒരു കവറിങ് ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ തിന്മകള് അവരുടെയും അള്ളാഹുവിന്റെയും ഇടയ്ക്ക് നിന്നു. അങ്ങനെ അവർക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഗൈഡൻസിനെ അള്ളാഹുവിന്റെ ഹിദായത്തിനെയും സ്നേഹിക്കുന്നതിനിടയ്ക്ക് അത് തടസ്സമായിട്ട് മാറി. അവരെ തടസ്സപ്പെടുത്തിയത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവര് സ്ഥിരമായിട്ട് അള്ളാഹിന്റെ കൽപ്പനകൾ കേൾക്കും, അതിനെ റിജക്ട് ചെയ്യും, വീണ്ടും കേൾക്കും, അതിനെ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനോട് അനുസരണക്കേട് കാണിക്കും. അങ്ങനെ അവർ അതിൽ നിന്ന് നീങ്ങി 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 എന്തായി, അവര് സ്വന്തം എന്താണ് ഹിദായത്തില്ലായ്മയിലേക്ക് വഴികേടിലേക്ക് മാറി. നമ്മള് ബക്കറ തുടക്കത്തിൽ തന്നെ ഇതാ പറഞ്ഞത് അല്ലെ, ഹുദല്ലിൽ മുത്തഖീനാണ് ഖുർആൻ എന്ന് പറയുന്നത്. മുത്തഖീങ്ങൾക്കുള്ളതാണ്. മുത്തഖീന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തും, അള്ളാഹു കൽപ്പിച്ചത് എന്തും അനുസരിക്കുക, കൽപ്പിക്കാത്തത് എന്തും അല്ലെങ്കിൽ വിരോധിച്ചതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക. അപ്പം ഈ പറഞ്ഞ കൂട്ടരല്ലേ, ഈ ഇദാ തുത്ല അലൈഹിം ആയത്തിന് ആ ഒരു ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കൂട്ടർ എന്താ, ഇവരിതൊക്കെ കേൾക്കുമ്പം ഇതൊന്നും നമുക്ക് മാറാനുള്ളതൊന്നും അല്ല, ഇതെന്തൊക്കെയോ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോ അഥവാ മാറാനുള്ളതാണെങ്കിൽ ഇത് ഭയങ്കര പ്രയാസമാണ്, ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് റിജക്ട് ചെയ്യും. അള്ളാഹിന്റെ ഓരോ കൽപ്പനകളെയും അവർ റിജക്ട് ചെയ്യും. ഇത് നടക്കൂല, ഇത് നടക്കൂല എന്ന് പറഞ്ഞിട്ട് അവര് റിജക്ട് ചെയ്ത് അനുസരണക്കേട് കാണിച്ച് 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 അവരെന്താവും, ഹുദൻ ആർക്കാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? മുത്തഖീങ്ങൾക്കാണ്. അവര് മുത്തഖീങ്ങളല്ലാതായി, ഹിദായത്ത് അവർക്ക് ഇല്ലാണ്ടായി. അപ്പൊ പിന്നെ അവർ അതിന് ശേഷം ഖുർആൻ വായിക്കുന്നത് എന്തും അവർക്ക് സ്റ്റോറീസ് ആയിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ ഖുർആനിൽ തന്നെ ഖുർആൻ ഹുദൻ ലിന്നാസ് എന്ന് നമ്മൾ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ഹുദൻ ലിന്നാസ് എന്ന് പറഞ്ഞു. ഹുദൻ ലിന്നാസ് എന്ന് പറഞ്ഞാല് മനുഷ്യന്മാർക്ക് ഹിദായത്താണ്. പക്ഷെ അത് എന്ത് രീതിയിലുള്ള ഹിദായത്താണ്? ഹിദായത്തുൽ ഇൽമിയാണ്. അവർക്ക് ഖുർആനിലുള്ള എല്ലാ കഥകളും അറിയാം, എല്ലാ ചരിത്രങ്ങളും അറിയാം, എല്ലാ കൽപ്പനകളും അവർക്കറിയാം. പക്ഷേ എന്താണ്, അവർക്ക് ഹിദായത്തുൽ അമലി കിട്ടൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഹിദായത്ത് അവർക്ക് കിട്ടൂല. കാരണം അവർ മുത്തഖീങ്ങളിൽ നിന്ന് മാറിക്കളഞ്ഞു. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെയൊക്കെ വളരെ എന്താണ് നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തിന്മകളിൽ മുഴുകിക്കൊണ്ട്, തിന്മകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് അവർ നീങ്ങിയതുകൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ മുകളിൽ ആ ഒരു മറയിട്ടു. അവരിലേക്ക് സത്യത്തിന് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആയി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ ആയത്തുകള് അവിശ്വാസികളെയാണ് വിശദീകരിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മളുടെ ഭാവിയിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് വിഷമിക്കേണ്ട അവസ്ഥയെ തന്നെയാണ്. കാരണം നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു തിന്മകളും ഇതുപോലെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് അതൊന്നും കുഴപ്പമില്ല, അങ്ങനെയൊന്നും ചെയ്ത് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, അതൊന്നും അല്ലാണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകും തോറും ഈ പറഞ്ഞ അവിശ്വാസികളുടെ അതേ ഫേറ്റിലേക്ക് നമ്മൾ എത്തൂല എന്ന് ഒരു ഉറപ്പുമില്ല. സുബ്ഹാനല്ലാഹ്. ഈ റാന്റെ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പം, ഹൃദയത്തിന്റെ മുകളിൽ ഒരു കവറിങ് ഉണ്ടാവുന്ന ഈ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പം തിന്മകൾ നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് മാറും. നമ്മുടെ ഹൃദയം അതിനോട് ഭയങ്കര യൂസ്ഡ് ആയിട്ട് മാറും. ഈ തിന്മകളെ റിജക്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല എന്ന് മാത്രമല്ല, ഈ തിന്മകൾ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ നമുക്കറിയാമല്ലേ, അപ്പൊ നമ്മളൊക്കെ തന്നെ കുറേയൊക്കെ പരദൂഷണത്തിന്റെ സ്വന്തം ആൾക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നമ്മളുടെ നാവിന്റെ ഷെറിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമുക്കത് ഭയങ്കര, അതിനെ തിരികെ നമ്മൾ ശ്രദ്ധിക്കാതെ ഓരോ പ്രാവശ്യവും നമ്മൾ തൗബ ചെയ്ത് മടങ്ങാതെ അതിൽ മുഴുകി കഴിയുമ്പോൾ അത് നമുക്ക് ആ ഒരു റാൻ അവസ്ഥയിൽ, അതായത് അത് നമ്മുടെ ഹൃദയത്തിനെ കവർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി മാറിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ഹാബിറ്റായി മാറും. പിന്നെ നമുക്ക് അങ്ങനെ ജ്യൂസി ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ, ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ഫീലിംഗ് ആയിരിക്കും. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ആ റാൻ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ തിന്മകളൊക്കെ ഹാബിറ്റ് ആയിട്ട് മാറും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു ഇമോഷൻ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആ തിന്മ ചെയ്യാതിരിക്കുമ്പോൾ ഒരു വിഷമം വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളോട് തന്നെ പറയാ, ഈ തിന്മ എൻ്റെ ഹൃദയത്തില് ഡീപ്പായിട്ട് ഒരു മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നത്. ചില തിന്മകൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. കാരണം നമ്മൾ അത്രയും അതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിനൊരു നല്ല ഉപമ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ തിന്മകളും നമ്മളെ ചെയ്യാൻ അനുവദിക്കുമ്പം നമ്മളെ ഹൃദയത്തിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കാണിക്കുന്ന ഒരു കുഞ്ഞു ഉപമ പറയാം. അത് നമ്മുടെ ഹൃദയത്തിനെ നമ്മുടെ കൈയായിട്ട് കണക്കാക്കാം. ഓക്കെ, നമ്മളുടെ ഇപ്പൊ എല്ലാവരും അവനവന്റെ വലത്തെ കൈ എടുത്ത് പിടിച്ചു നോക്കാം. ഓരോ തിന്മ ചെയ്യുമ്പോഴും അതിൽ ഓരോ വിരൽ മടക്കുന്നത് പോലെയാണ്. നമ്മൾ ഓരോ തിന്മ ചെയ്യുമ്പോഴും നമ്മളെ കൈയിന്റെ ഓരോ വിരലുകൾ മടക്കുക. ഓക്കെ, അപ്പം ആവശ്യത്തിന് തിന്മകളാവുമ്പോൾ അല്ലെ, എല്ലാ വിരലും മടക്കി നമ്മളെ കൈ കംപ്ലീറ്റ്ലി ഒരു മുഷ്ടി ചുരുട്ടി പിടിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അത് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പം നമ്മളുടെ കൈക്ക് പിന്നെ എന്തെങ്കിലും നമ്മളെ കൈക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നമ്മൾ കൈ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് എന്തെങ്കിലും വെച്ചെന്നാൽ എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ.
അതേപോലെയാവും നമ്മളുടെ ഹൃദയങ്ങൾ. പിന്നെ ഹിദായത്തും അഡ്വൈസും ഒന്നും നമ്മളെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റൂല. കാരണം ഈ ഓരോ തിന്മകൾ കാരണം നമ്മളുടെ കൈ ഒരു മുഷ്ടി ചുരുട്ടിയ അവസ്ഥയിലേക്ക് എത്തിപ്പോയി, അടഞ്ഞു പോയി നമ്മളുടെ ഹൃദയം. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റൂല. മാത്രമല്ല നമ്മൾ സത്യം കാണൂല, എടുക്കാൻ പറ്റൂല എന്നുള്ളതിനപ്പുറം അതിന്റെ കൂടെ തന്നെ ഈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈ എന്ന് പറയുന്നത് ഏറ്റവും ലീസ്റ്റ് ഫങ്ഷണൽ ആണ്. ഈ കൈ കൊണ്ട് പിന്നെ ഒരു ഗുണവും ഇല്ല അല്ലെ. ഇങ്ങനെ ഒരു മുഷ്ടി ഷേപ്പിലായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ കൈ കൊണ്ട് ഒരു സാധനം പിടിക്കാൻ പറ്റൂല, ഒന്നും എഴുതാൻ പറ്റൂല, ഒരാൾക്ക് കൈ കൊടുത്ത് സലാം പറയാൻ പറ്റൂല അല്ലെ. ആ കൈ കൊണ്ടുള്ള ഒരു ഗുണവും നടക്കാണ്ടായി മാറും. അപ്പം അതിലേക്കൊന്നും കേറൂല എന്നുള്ളത് മാത്രമല്ല, ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാണ്ടായിട്ട് മാറും. മാത്രമല്ല ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്ന കൈ എന്ന് പറയുന്നത് തന്നെ അതായത് ദേഷ്യത്തിന്റെ അല്ലെ, അത് ഇതിനെ ഇടിച്ച് പൊപ്പടാക്കുമെന്ന് പറയുന്ന ആ ഒരു എന്താണ് അത് ആ ഒരു ഫോമാണ് അല്ലെ. അപ്പം അത് അങ്ങേയറ്റം അഗ്രസീവ് ആണ്, ഭയങ്കര ദേഷ്യമാണ്, അതേപോലെ അങ്ങേയറ്റം നാശകാര്യമാണ് ഇങ്ങനെയുള്ള ഒരു കൈ എന്ന് പറയുന്നത്. തുറന്നു പിടിച്ചിരിക്കുന്ന കൈ എന്ന് പറഞ്ഞാൽ അതിലേക്ക് എല്ലാത്തിനും സ്വീകരിക്കാൻ പറ്റും, സത്യങ്ങളെ സ്വീകരിക്കാൻ പറ്റും. മാത്രമല്ല അതിന് എല്ലാ ഫംഗ്ഷനും ചെയ്യാൻ പറ്റും. ഒരു സാധനം ഹോൾഡ് ചെയ്യാൻ പറ്റും, കൈ എഴുതാൻ പറ്റും, ഒരാൾക്ക് സലാം കൊടുക്കാൻ വേണ്ടി കൈ ഉപയോഗിക്കാൻ പറ്റും, എല്ലാത്തിനും പറ്റും അല്ലെ. എന്നാൽ അതിന് തലോടാനും പറ്റും. എന്നാൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈ എന്ന് പറയുന്നത് അങ്ങേയറ്റം കോപം, ദേഷ്യം, നാശ സ്വഭാവം ഒക്കെയുള്ള കൈയാണ്. അപ്പൊ നമ്മള് ഹൃദയത്തില് ഓരോ തിന്മ ചെയ്യുമ്പോഴും നമ്മളുടെ ഇങ്ങനെ ഓരോ വിരലുകൾ മടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. പിന്നെ നമ്മളുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ചുരുട്ടി പിടിച്ചിരിക്കുന്ന മുഷ്ടിയുടെ അതേപോലെയാണ്. നമ്മൾ പൊതുവെ ഹൃദയത്തിന്റെ സൈസും പറയാറുണ്ട് അല്ലെ. നമ്മൾ ഈ ചുരുട്ടി പിടിച്ചിരിക്കുന്ന മുഷ്ടിയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ സൈസ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു എന്താണ് ഉപമയാണത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ കൈയിന്റെ ഫുൾ യൂസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഓരോ ഫിംഗറും നമ്മൾ തുറന്ന് കൈയിനെ മലക്കെ തുറന്ന് വെക്കണം അല്ലേ. അതേപോലെ നമ്മുടെ ഹൃദയം തുറക്കണമെങ്കിൽ നമ്മൾ ഓരോ തിന്മകളെയും ബോധപൂർവം നമ്മളിങ്ങനെ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് ഞാൻ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട്, അത് ഒഴിവാക്കാന്നല്ല, അത് വേണം. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസിനകത്ത് അതാ വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന്റെ പുറമെ നമ്മൾ ഓരോ തിന്മയും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വീഴുന്ന ഓരോ തിന്മകളെയും ബോധപൂർവം എടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ നമ്മൾ ശ്രമിച്ചാലേ നമ്മുടെ ഹൃദയം ഓപ്പൺ ചെയ്യുള്ളൂ. നമ്മുടെ ഹൃദയങ്ങളൊക്കെ അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരു റാൻ വന്ന് ഒരു ലെയർ വന്ന് മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു കവേർഡ് ഹാർട്ട്, എന്തെങ്കിലും ഒരു റാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കറുത്ത കുത്തുകൾ കാരണം കവർ ചെയ്തിരിക്കുന്ന ഹൃദയത്തെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ആ ഒരു ഹദീസിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യണം. ഓക്കെ. അപ്പം ഈ ഒരു ഹൃദയം ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിന് സത്യത്തിനെ മനസ്സിലാക്കാനേ പറ്റൂല. സത്യം നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ എടുക്കാൻ പറ്റൂല. ആ സത്യത്തിനെ ഇഷ്ടപ്പെടാൻ പറ്റൂല, സത്യത്തിനെ ഫോളോ ചെയ്യാനും പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് നിങ്ങൾ കവർ യുവർ സെൽഫ്, നിങ്ങൾ മുഴുവനായിട്ട് കവർ ചെയ്യേ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. അതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലെ. അള്ളാഹു പറയും നിങ്ങൾ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. അപ്പൊ നമുക്ക് അതിനൊരു എക്സ്ക്യൂസ് ആണ്, എന്റെ ആരോഗ്യം കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാണ്ടായി പോകും, അത് പറ്റൂല. അള്ളാഹുവിനെ അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ നിങ്ങൾ ഫൈറ്റ് ചെയ്യല്ലേ, നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ, നിങ്ങൾ സ്നേഹത്തിൽ നിൽക്ക് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമ കാണിക്കുന്ന പറയുമ്പോൾ അവരിങ്ങോട്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങോട്ട് ചെയ്യാണ്ട് പറ്റില്ല. അപ്പം നമ്മളുടെ ഹൃദയം ഇതുപോലെ ഒരു കവർ അല്ലെങ്കിൽ ഒരു ലെയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സത്യത്തിനെ കാണാനും അതിനെ ഇഷ്ടപ്പെടാനും അതിനനുസരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ ഹൃദയത്തിന്റെ ആ ഒരു ഇരുട്ട് അല്ലെ, ഹൃദയം ഒരു ഇരുട്ട് കൊണ്ട് മൂടിയ ഒരവസ്ഥയിലാവുമ്പോൾ ആ ഹൃദയത്തിന് കാരുണ്യം കിട്ടുകയില്ല, കാരുണ്യം പുറത്തേക്ക് കൊടുക്കാനും പറ്റില്ല, നീതി കിട്ടൂല, നീതി പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. അതിനകത്ത് നിറച്ചും എന്താണ് ദുഷ്ടതയും അല്ലെ വെറുപ്പും ഒക്കെ ആയിട്ട് മാറും. അപ്പൊ ഹൃദയത്തിന് നമ്മൾ തുറന്ന് അതിലേക്ക് സത്യത്തിനെ എടുത്തേ മതിയാവും. ഹൃദയത്തിനെ തുറക്കണമെങ്കിൽ അല്ലെ നമ്മൾ എത്രയൊക്കെ ഖുർആൻ പഠിക്കുന്നു, എത്ര തഫ്സീർ പഠിക്കുന്നു, എത്ര എക്സാം എഴുതുന്നു, അതിലൊന്നും അല്ല കാര്യം. ഹൃദയത്തിനെ നമ്മൾ തുറക്കണമെങ്കിൽ അല്ലെ, തുറന്നിട്ട് അതിലേക്ക് വെളിച്ചം ശരിയായ രീതിയിൽ കയറണമെങ്കിൽ, ഞാൻ പറഞ്ഞു ഒരേ ക്ലാസ് 1000 ആളുകളിലേക്ക് എത്തുമ്പോൾ അത് 1000 ലെവലുകളിലാണ് എത്തുന്നത്. ഏറ്റവും ബെസ്റ്റ് ലെവലിന് നമ്മളെ ഹൃദയത്തിലേക്ക് ഖുർആനിൽ നിന്ന് വരുന്ന ഹിദായത്ത് കയറണമെങ്കിൽ നമ്മുടെ ഹൃദയം തുറന്നിരിക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ചുരുട്ടി പിടിച്ച കൈ തുറക്കുന്ന പോലെ ഓരോ തിന്മകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ റിപ്പീറ്റഡ്ലി, അത് ഒരു പ്രാവശ്യം തുടച്ചു നീക്കിയതുകൊണ്ടൊന്നും പോകില്ല, തുടച്ചു നീക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൃദയം എന്താവും,
ഫുൾ അല്ലേ, വെളിച്ചമൊന്നും കേറാണ്ട് ഇരുട്ട് മൂടി ആകെ കൂടെ ഒരു മോശപ്പെട്ട ഒരവസ്ഥയിൽ അല്ല കാരുണ്യമില്ലാണ്ട്, നീതി ഇല്ലാണ്ട്, വെറുപ്പും വിദ്വേഷവും നാശകരമായ സ്വഭാവവും അല്ലെ, ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവം, ആരെയും സ്നേഹിക്കാൻ പറ്റാതെ, സ്വയം ഹീൽ ചെയ്യപ്പെടാത്ത, ആ ഹൃദയത്തിന് മുറിവുകൾ ഉണ്ടാവും, ആ ഹൃദയത്തിന്റെ മുറിവുകൾ പോലും അതിന് ഹീൽ ചെയ്യാൻ പറ്റില്ല. പലരും ആ ഹൃദയത്തിനോട് ചെയ്ത പല പ്രശ്നങ്ങളും ആ ഹൃദയത്തിൽ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മുറിവായിട്ട് തന്നെ നിൽക്കും, അതൊക്കെ വെറുപ്പായിട്ട് തന്നെ നിൽക്കും. കാരണം ഈ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അള്ളാന്റെ വെളിച്ചം കയറണം അല്ലെ, അള്ളാന്റെ ഹിദായത്ത് കയറുമ്പോഴാണ് നമ്മളുടെ ഹൃദയത്തിലെ മുറിവുകളൊക്കെ നമുക്ക് ഉണക്കാൻ പറ്റുന്നത്. ഭൂമിയിൽ തന്നെ ഉണങ്ങും സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിന് നമ്മൾ അള്ളാന്റെ വെളിച്ചം കയറ്റാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിനെ ഓപ്പൺ ചെയ്യണം. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ ഇതുപോലെ ആയിട്ട് മാറും. അങ്ങനെയുള്ള ഹൃദയം യഥാർത്ഥത്തില് പരലോകത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയില്ല. ഈ ലോകം ഇതിലെ സുഖങ്ങള് അതുമായിട്ടുള്ള ഒരു ഒബ്സഷൻ മാത്രമേ ഈ ഹൃദയത്തിന് ഉണ്ടാവുള്ളൂ. ഈ ലോകത്തിലെ ഓരോ നഷ്ടങ്ങളും, ഓരോ കുഞ്ഞു നഷ്ടങ്ങളും ഈ ഹൃദയത്തിന്റെ കണ്ണില് വലുതായിരിക്കും. വലിയൊരു ട്രാജഡി ആയിരിക്കും. പക്ഷെ പരലോകത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നഷ്ടം, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇബാദത്ത്, അതിനൊരു ആഴം പോരാ, ഭംഗി പോരാ, അല്ലെങ്കിൽ അതൊന്നും കൂടെ നന്നാക്കണം എന്നുള്ള ചിന്തയൊന്നും ഈ ഹൃദയത്തിന് വരെയില്ല. ഈ ഹൃദയത്തിന് ഐഹികമായ നഷ്ടങ്ങളായിരിക്കും വലുത്. അതുപോലെ ഐഹികമായ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളും. ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ അത് സംഭവിക്കും എന്ന് പറയും. പക്ഷേ ഈ ഹൃദയത്തിന് ഈമാൻ ഇല്ലായ്മ എന്നുള്ളത് ഈ ഹൃദയത്തിനെ ബാധിക്കുകയില്ല. ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഹൃദയം, ഈ ഹൃദയത്തിന് ഐഹികമായ എല്ലാ കാര്യങ്ങളും ഈ ഹൃദയത്തിനെ വിഷമിപ്പിക്കും. പക്ഷെ ഈ ഹൃദയത്തിൽ ശരിയായി ഈമാൻ ഇല്ല എന്നുള്ള ഒരു കാര്യം അത് നോട്ടീസ് ചെയ്യാൻ മറന്നേ പോകും. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരവസ്ഥയാണ് അല്ലെ. അത്തരത്തിലുള്ള അടഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അങ്ങനെ ഈ റാനിന്റെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഹൃദയം പിന്നെ അടുത്തത് എന്താണ്? ഖത്തം, സീൽ ചെയ്യലാണ്. സീൽ ചെയ്യാണ്. ഒരു ഡോറ് അല്ലെ, നമുക്ക് ഈ ക്രൈം സീൻസിലൊക്കെ പോലീസ് ഓഫീസേഴ്സ് വന്ന് ഡോറ് സീൽ ചെയ്യുന്നത് കാണാറുണ്ട് അല്ലെ. എന്തെങ്കിലും കൊലപാതകങ്ങളൊക്കെ നടന്നാൽ അവിടെ പിന്നെ വേറൊരാൾക്ക് കയറാൻ പറ്റില്ല. അതെന്തിനാ അവരങ്ങനെ സീൽ ചെയ്യുന്നത്? അതിന്റെ ഉള്ളിലുള്ള തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അല്ലെ, വേറൊരാൾക്ക് അവിടെ കയറാൻ പറ്റില്ല. അതേപോലെ സീൽ ചെയ്ത ഡോറ് പോലെ, അല്ലെങ്കിൽ പണ്ട് ഈ ലെറ്റേഴ്സ് ഒക്കെ സീൽ ചെയ്ത് വരാം, കോലരക്കൊക്കെ വെച്ചിട്ട് സീൽ ചെയ്തിട്ട് വരുമായിരുന്നു അല്ലെ. അങ്ങനെയുള്ള ഒരു അരക്ക് വെച്ചിട്ട് സീൽ ചെയ്ത ഒരു ലെറ്റർ പോലെ ഈ ഹൃദയത്തിന് പിന്നെ തുറക്കാൻ പറ്റൂല. അത്ര എളുപ്പമല്ല തുറക്കല്. അപ്പം തുറക്കാതെയും കൂടെ ആയിക്കഴിഞ്ഞാല് ഈ ഹൃദയത്തിന്റെ ഉള്ളിലെ ഈമാൻ വീണ്ടും മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയിട്ട് അവിശ്വാസത്തിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു സീല് കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ്? ആ ഹൃദയത്തിന് ലോക്കായി അല്ലെ, അത് ക്ലോസ് ആയി ഓഫിലേക്ക് മാറി, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഹൃദയത്തിലേക്ക്. നമ്മൾ ബഖറയിലെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ. സുബ്ഹാനല്ലാഹ്. അന്നും നമ്മൾ പറയുന്നു ഇത് അവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളും നമ്മൾ സില്ലിയായിട്ട് ഇഗ്നോർ ചെയ്ത് നമ്മളെ ഹൃദയത്തിനെ നമ്മൾ തന്നെ അടപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിനകത്തേക്ക് ഒന്നും കേറൂല. പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. അങ്ങനെ സീലായി കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് പിന്നെ അടുക്കാൻ സുബ്ഹാനല്ലാഹ് അള്ളാഹ് തന്നെ വിചാരിക്കണം അല്ലെ. അള്ളാഹു പൂട്ടിക്കഴിഞ്ഞു, പിന്നെ അതിനകത്ത് ഒരു ഓപ്ഷനേ ഇല്ല. ഇതൊക്കെ അള്ളയും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള ബ്ലോക്കുകളാണ്. ഇത് ഓരോരുത്തർക്കും ഓരോ ഡിഗ്രിയിലായിരിക്കും, ഓരോ ലെവലിലായിരിക്കും ഈ തരത്തിലുള്ള ബ്ലോക്കുകൾ. ാണ് ഓരോരുത്തരും. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ് 1000 ആളുകൾക്ക് 1000 ലെവലിലാണ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളും തമ്മിലുള്ള ബ്ലോക്കുകൾ, നമ്മളുടെ തിന്മകൾ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബ്ലോക്കുകൾ ഓരോരുത്തർക്കും ഓരോ ലെവലിലായിരിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അടുക്കാൻ എനിക്ക് അങ്ങനെ അടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് നിയ്യത്ത് ചെയ്തിട്ട്, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ട്, ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അത് മനസ്സിലാക്കാൻ, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാവും. തിന്മകൾ എന്ന് പറയുന്നത് നമുക്ക് തന്നെ എന്താണ്, അവിശ്വാസത്തിന്റെ ഒരു മെസ്സഞ്ചറാണ്. നമ്മൾ ഓരോ തിന്മകളും നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോ തിന്മകൾ ചെയ്തിട്ടും അത് കുഴപ്പമില്ല നമ്മൾ വിചാരിക്കുമ്പോൾ, ഇത് നമ്മളെ അടുത്തേക്ക് ഒരു റസൂല് വന്നിട്ടാ നീ അവിശ്വാസത്തിലേക്ക് പോവാണ് എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്, നീ കുഫറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ അല്ലേ എത്ര റിമൈൻഡേഴ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട് ഓരോ തിന്മ ചെയ്യുമ്പോഴും അല്ലെ.
ഇത് തെറ്റാണ്, ഇത് തെറ്റാണ് അല്ലെ? നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു റസൂല് നമ്മളോട് പറയുന്നത് പോലെ സുബ്ഹാനല്ലാഹ് നമ്മൾ അത് ഇഗ്നോർ ചെയ്യുന്നവരാണോ? ആയിരുന്നോ? ഇപ്പോഴും ആണോ? എങ്കിലും നമ്മൾ മാറണം അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം തേടിക്കൊണ്ടേയിരിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹിന്റെ സഹായം ഇല്ലാണ്ട് നമുക്ക് ഒരു ഇബാദത്തും ഒരു നന്മയും ചെയ്യാൻ പറ്റില്ല. അള്ളാഹിനോട് തേടിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ അത്തരത്തിൽ നമ്മൾ ഓരോ തിന്മകളെയും നമ്മൾ ഈസിയാക്കി വിടുമ്പോൾ ആ അനുസരണക്കേടുകൾ നമ്മളെ അടുത്ത ഒരു തിന്മയിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. ബലാമൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതു. അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു ഒരൊറ്റ തിന്മ മതി നമ്മളെ വലയം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു തിന്മ നമ്മളെ അടുത്ത തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോയി അത് നമ്മളുടെ ഹൃദയങ്ങളെ വലയം ചെയ്യും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹുവിനോടുള്ള റബലിയൻ അല്ലേ, അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു നിൽക്കാം. ഞാൻ അനുസരിക്കുന്നില്ല, എന്ത് ചെയ്യും എന്നുള്ള ഒരു മട്ടം. അങ്ങനെ നമ്മൾ പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയം ആ ഒരു അവസ്ഥയിലേക്ക് മാറും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും. നമ്മൾ വിചാരിക്കും ഒരു ചെറിയ കാര്യമല്ലേന്ന്, പക്ഷെ ആ ഒരു ചെറിയ കാര്യം അന്ന് ഈ ഒരു ആയത്തിനകത്ത് ഒരൊറ്റ തിന്മയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നില്ല. ഒരൊറ്റ തിന്മ മതി നമ്മുടെ ഹൃദയത്തിനെ അങ്ങനെ മൂടിക്കളയാൻ, നമ്മൾ സില്ലിയാക്കി കളയുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്ത് നമ്മൾ പറഞ്ഞു ഇത് അവിശ്വാസികളെ കുറിച്ച് പറയുന്നതാണ്. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം. പക്ഷേ ഇന്നൊരു പക്ഷെ നമ്മളെ കുറിച്ചല്ല പറയുന്നതെങ്കിലും നാളെ അത് നമ്മളെ കുറിച്ച് പറയുന്നത് ആയിക്കൂടായ്മ ഇല്ല. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ തിന്മകളുടെ കാര്യത്തിൽ. അപ്പം ഈ ഹദീസ് മെയിൻ ആയിട്ട് ഹൃദയത്തിന് പോളിഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അല്ലെ. അപ്പം ഹൃദയത്തിന് പോളിഷ് ചെയ്ത് അതിന്റെ പഴയ അല്ലെങ്കിൽ ഒറിജിനൽ അവസ്ഥയിലേക്ക്, ഖൽബുൻ സലീമിന്റെ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഹദീസിൽ പറയുന്നത്. ഒന്ന്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ നിർത്തുക. 2, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. 3, തൗബ ചെയ്ത് മടങ്ങാം. ഇസ്തിഗ്ഫാർ, തൗബ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 2 എപ്പിസോഡായിട്ട് നമ്മൾ മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസും എങ്ങനെ ചെയ്യണമെന്നും ആ ഫീലിങ്ങും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ, ഇനി പഴയ ആൾക്കാർ തന്നെയാണെങ്കിലും ഒന്നുകൂടെ പോയി കേട്ട് നോക്കുക. ഞാനും അൽഹംദുലില്ലാഹ് ഈ റമളാൻ അത് കേട്ട് കഴിഞ്ഞ് ലൈലത്തുൽ ഖദറിന്റെ രാവിലുള്ള അത് കേട്ടപ്പോൾ ഭയങ്കര അൽഹംദുലില്ലാഹ് ഒരുപാട് ഹെൽപ്പായി. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും നമ്മളുടെ അല്ലെ ആ ഓർമ്മയുടെ അതിന് മേലെ വേറെ വേറെ കാര്യങ്ങൾ കയറുമ്പോൾ അതങ്ങ് വിട്ടുപോകും. പക്ഷെ നമുക്ക് ആ ഓർമ്മപ്പെടുത്തൽ, ഇസ്തിഗ്ഫാർ, തൗബ കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് ഓർമ്മപ്പെടുത്തൽ ആവശ്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കൈവിടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം ആ ക്ലാസ്സുകൾ കേൾക്കാത്തവരുണ്ടെങ്കിലും കേട്ടവരുണ്ടെങ്കിലും പറ്റുമെങ്കിലും ഒന്നും കൂടെ കേൾക്കുക അത്. ഓക്കെ. അപ്പം നമ്മൾ ഒരിക്കലും ഈ തെറ്റ് ചെയ്യൂല എന്ന് അല്ലെ നമ്മൾ പറഞ്ഞിരുന്നു. തൗബ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ നെഫ്സിന്റെ തെറ്റുകളാണ്. കാരണം നെഫ്സിന്റെ തിന്മകളാണ് നമ്മൾ വീണ്ടും 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 ചെയ്യുക. അങ്ങനെയുള്ള തിന്മകൾ ഇനി ഞാൻ ഒരിക്കലും ചെയ്യൂല എന്നുള്ള തീരുമാനം എടുത്തിട്ട് റബ്ബിന്റെ അടുത്ത് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങലാണ്. ഇതൊരു തരത്തിലുള്ള എന്താണ്, ക്ലീനിങ് ആണ് അല്ലെ. നമ്മുടെ ഹൃദയത്തിന് ക്ലീൻ ചെയ്യലാണ്. ഈ കറുത്ത പുള്ളികളിൽ നിന്നൊക്കെ ക്ലീൻ ചെയ്യലാണ്. നമ്മൾ ഒരു വെള്ള വസ്ത്രം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പോളിഷ് ചെയ്ത് സൂക്ഷിക്കുന്നത് പോലെ അല്ലെ. അതിന്റെ ഭംഗി, ഇപ്പൊ വെള്ള വസ്ത്രം നമ്മൾ അഴുക്കായി കുഴപ്പമില്ല കുറച്ചും കൂടെ അഴുക്കായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടൂല അല്ലെ. അത് ഇപ്പൊ പ്രത്യേകിച്ച് ആണുങ്ങളെ ഷർട്ടൊക്കെ ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ അത് വേഗം കഴുകി വൃത്തിയാക്കി ഭംഗിയാക്കി പിന്നെയും ഇട്ടിട്ട് പിന്നെയും കറയാവും, പിന്നെയും കഴുകും, പിന്നെയും കറയാവും, പിന്നെയും കഴുകും അല്ലെ. പിന്നെയും അഴുക്കാവും, പിന്നെയും കഴുകും. അതുപോലെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് തൗബ. നമ്മുടെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈമാന്റെ ആ ഒരു എനർജിയും ആ ഒരു ഒറിജിനാലിറ്റിയും ഒക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. തൗബ തീരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തുടങ്ങാന്നുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ് തൗബ എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു തആല അതിലേക്ക് നമ്മളെ എത്തിക്ക തന്നെ വേണം. അതാണ് അതിന്റെ സത്യം. പക്ഷെ നമ്മളുടെ ഹൃദയത്തിൽ അതിനെ നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മളുടെ തിന്മകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതെ, അത് തിരുത്തണം നമ്മൾ ആഗ്രഹിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾ അതിലേക്ക് എത്തിക്കൊന്നുമില്ല. വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ അള്ളാഹ് എത്തിക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ. അത് തിരുത്തണം എന്ന് ആഗ്രഹിക്കണം, അതിനുവേണ്ടി ദുആ ചെയ്യണം. അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുമ്പോൾ റബ്ബ് നമുക്ക് അത് എളുപ്പമാക്കി തരും. അപ്പൊ തൗബയുടെ ഹിദായത്ത് എന്ന് പറയുന്നത് അതൊരു ഹിദായത്ത് തന്നെ. തൗബ എന്നുള്ള വാക്കിനകത്ത് അതും കൂടെ ഉണ്ട്. അതിനുള്ള ഒരു ഹിദായത്ത് നമുക്ക് റബ്ബിന്റെ അടുത്ത് നിന്ന് കിട്ടുക തന്നെ വേണം. അത് കിട്ടിയാലേ തൗബ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാക്കാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ട് വേണ്ടതാണ്. നമുക്ക് ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി ചെയ്യേണ്ടതാണ്. മണിക്കൂറിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മണിക്കൂറിലും ചെയ്യണം. അത്രയ്ക്ക് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് ശരിക്കും നമ്മളുടെ മേലെ ഒരു ഒബ്ലിഗേഷൻ ആണ്, നിർബന്ധമുള്ള കാര്യമാണ്. കാരണം നമുക്ക് തഖ്വ വേണമെന്നുണ്ടെങ്കിൽ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ചെയ്യാനും വിരോധിച്ചതിൽ നിന്ന് അകന്നു നിൽക്കാനും നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ
അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് നമ്മൾ മടങ്ങുക എന്നുള്ളത് അല്ലേ. നമ്മൾ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം എങ്ങനെയാ നമ്മൾ തഖ്വയുള്ളവരാവുക? ഒരിക്കലും ഇല്ല. നമ്മൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. ആ തിന്മകളിൽ നിന്ന് നമ്മൾ മടങ്ങിയിട്ടില്ലെങ്കിൽ, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റു പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ മുത്തഖ്യങ്ങളിൽ പെടുവോ? മുത്തഖ്യങ്ങളിൽ പെട്ടില്ലെങ്കിൽ നമുക്ക് ഹിദായത്ത് കിട്ടുവോ? അപ്പോൾ നമ്മള് ബാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് തൗബ എന്ന് പറയുന്നത്. ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി, ഓരോ മണിക്കൂറിലും പറ്റുമെങ്കിൽ മണിക്കൂറിൽ, ഇനി ഓരോ വക്തിന്റെ കൂടെ പറ്റുമെങ്കിൽ വക്തിന്റെ കൂടെ ചെയ്യേണ്ട കാര്യമാണ് അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളത്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു സൗണ്ട്നെസ്, ഒരു ഹെൽത്ത് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക തന്നെ വേണം. അടുത്ത ഹദീസിൽ, അതായത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു ദിവസം 100 പ്രാവശ്യം വരെ ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു അല്ലേ. അപ്പം അതിന്റെ ആവശ്യകതയും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പം ഇത് നിർബന്ധമാണ് എല്ലാവരും. അതൊരു റൂട്ടീൻ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, വെറുതെ എന്തോ ആലോചിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ തിന്മകളും നമ്മൾ പെറുക്കിയെടുത്ത് മനസ്സിലാക്കി അതിനെ തിരുത്താൻ വേണ്ടി നിയത്ത് ചെയ്ത് അതിനു വേണ്ടി തൗബ ചെയ്ത് മടങ്ങല് ഒരു ഹാബിറ്റാക്കി മാറ്റണം. നമ്മള് ഇപ്പം റിവിഷൻ തുടങ്ങിയ സമയത്ത്, ഇൽമ അമൽ പ്ലാൻ ഇട്ട സമയത്ത്, തഫ്സീറിന്റെ ഇൽമ അമൽ പ്ലാനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്ക് അറിയാം, നമ്മൾ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യം തിരുത്താനുണ്ടോ, അതിന്റെ കൂടെ തൗബ ചെയ്യാനുണ്ടോ. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും, അപ്പൊ തഫ്സീർ അത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക റൂട്ടിൽ അങ്ങനെ കൊണ്ടുപോകാം. അപ്പം ഓരോരുത്തർക്ക് അവനവൻ ചെയ്യുന്ന തൗബനെ എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം. ഒരു നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു ലോക്ക് നോട്ടിനകത്ത് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം, ഇന്ന തിന്മകളൊക്കെ എനിക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ളതാണ്. ഓരോ ദിവസം വേണമെങ്കിൽ ഓരോന്ന് അതിൽ നിന്ന് എടുത്തിട്ട് അതിന് അള്ളാഹിന്റെ അടുത്ത് തൗബ ചെയ്ത് മടങ്ങുക. ഓരോ പ്രാവശ്യം തൗബ ചെയ്ത് മടങ്ങുമ്പോഴും അതിനെ മറക്കത്തക്ക നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ നന്മകൾ ചെയ്തിട്ട്, അത് ഏത് രീതിയിലാണെങ്കിലും, അത് നമുക്ക് നന്മകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും അറിയാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അതൊക്കെ ഹൃദയത്തിന്റെ അവസ്ഥകളാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. അപ്പം തൗബനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോണില്ല, കാരണം നമ്മൾ തൗബന്റെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തരും ഈ റിവിഷന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അറിയാം എനിക്ക് എന്ത് കാര്യത്തിലാണ് തൗബ ചെയ്ത് മടങ്ങാനുള്ളത്. അത് അപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്ത് മടങ്ങുക, അതിന് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വീണ് പോകുന്നുണ്ടെങ്കിൽ റബ്ബിന്റെ അടുത്ത് സഹായം തേടുക, വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും തൗബ ചെയ്യാം. ഓക്കെ, അത് റൂട്ടീനാക്കി മാറ്റുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത്ര എളുപ്പമൊന്നുമല്ല തൗബ ചെയ്ത് തുടങ്ങുക, തൗബ ജീവിതത്തിൽ റൂട്ടീൻ ആക്കുക എന്നുള്ളത്. അതിന് അള്ളാഹിന്റെ ഹിദായത്ത് തന്നെ കിട്ടണം. ആ ഹിദായത്ത് എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ കൈ നിർത്തിയിരിക്കലല്ല, അതിന് നമ്മളുടെ സൈഡിൽ നിന്ന് എടുക്കുന്ന സ്റ്റെപ്പുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ തിന്മകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അത് തിന്മയാണെന്ന് നമ്മളോട് തന്നെ പറയുക, അത് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ റബ്ബിനോട് സഹായം തേടിക്കൊണ്ടിരിക്കുക, അത് നിർത്തേണ്ട ഇതിനാവശ്യമായ എൽമുകൾ തേടിക്കൊണ്ടിരിക്കുക. ഏത് രീതിയിലുള്ള എൽമ കൊണ്ടാണോ എനിക്ക് ഈ തിന്മ നിർത്താൻ പറ്റാന്ന് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹ് അത് എളുപ്പാക്കി തരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്താ പറയുക വളരെ സീരിയസ് ആയിട്ട് എടുത്താൽ, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്താൽ തന്നെ ഇത് നടക്കുള്ളൂ. അത് വെറുതെ ഇങ്ങനെ ഒരു ഒഴുക്കിൽ കുറച്ച് ക്ലാസ് ഒക്കെ കേട്ട് വിടണമെന്ന് വെച്ച് കേട്ട് വിട്ട് കഴിഞ്ഞാലൊന്നും നമ്മുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വരെയില്ല. റബ്ബ് തൗബ ചെയ്യാൻ എളുപ്പമാക്കി തരില്ല, തൗബ ചെയ്ത് മടങ്ങാനും പറ്റില്ല. തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുത്തഖ്യങ്ങളാവുകയില്ല. മുത്തഖ്യങ്ങളല്ലെങ്കിൽ നമ്മൾ ഹിദായത്ത് കിട്ടുകയില്ല. ഹിദായത്ത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് അറിയാലോ അല്ലെ. നമ്മൾ ഫാത്തിഹയും ബഖറയുടെ ഫസ്റ്റ് ആയത്തുകളും കണ്ടപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പം വളരെ സീരിയസ് ആയിട്ട് എടുക്കുക ഈ ഒരു കാര്യം. ഓക്കെ, ഇതുവരെ അതൊരു റൂട്ടീൻ ആക്കാത്തവര് അതിനു വേണ്ടി റബ്ബിന്റെ അടുത്ത് ചോദിച്ചോണ്ടേ ഇരിക്കുക, റബ്ബ് അത് എളുപ്പാക്കി തരും. ഇനി നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു മിറർ പോലെയാണ്. ഓക്കെ, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള മിററിലെ നല്ല ക്ലീൻ ആയിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് റിഫ്ലക്ഷൻ ആണ്. അതായത് പുറത്ത് നമ്മൾ ചുറ്റുപാടുള്ളതൊക്കെ കറക്റ്റ് ആ മിററിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ മുഖത്തുള്ള ഒരു ഒരു ബ്ലാക്ക് ഡോട്ട് പോലും ആ മിറർ കാണിക്കും അല്ലെ. അപ്പം അത് സത്യമായിട്ടും അസത്യമായിട്ടും ആ മിററിന് കാണിക്കാൻ പറ്റും. യാതൊരു ഡിസ്റ്റോർഷനും ഇല്ലാണ്ട്, യാതൊരു എക്സാജറേഷനും ഇല്ലാണ്ട് അതിന് കാണിക്കാൻ പറ്റും. പക്ഷേ ചില മിറേഴ്സ് ഉണ്ടാവും അല്ലെ, അതിന്റെ മുകളിൽ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ഡീകളറേഷനും തുരുമ്പും ഒക്കെ പിടിച്ചിട്ടുള്ള ആണെങ്കിൽ അതിന് ശരിക്കും കറക്റ്റ് ആയിട്ട്, അപ്പൊ നമ്മളെ മുഖം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. അതിന് സത്യമായിട്ട് കാണാനൊന്നും അതിന് ശരിക്കും പറ്റൂല. ചിലപ്പോൾ നമ്മളെ തന്നെ കൂടുതൽ വികൃതമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഭംഗിയില്ലാണ്ടായിട്ടായിരിക്കും അതിനകത്ത് കാണുന്നത്. അപ്പൊ നമ്മളെ ഹൃദയത്തിന് ഇതുപോലെ റസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ
തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഹൃദയം കൊണ്ട് നമ്മൾ പുറത്തേക്ക് കാണുന്നതൊക്കെ അതുപോലെ ആയിരിക്കും. എല്ലാത്തിലും നമുക്കൊരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരിലും നമുക്കൊരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. റിയാലിറ്റി നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല, സത്യം കാണാൻ പറ്റില്ല, സത്യം സ്വീകരിക്കാൻ പറ്റും. ഓക്കെ, സത്യം കാണാൻ പറ്റൂലെങ്കിൽ തന്നെ പോയി, പിന്നെ വേറെ അവിടുന്ന് അപ്പുറത്തേക്ക് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം നമ്മളുടെ ഹൃദയം തുരുമ്പില്ലാതെ നോക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. നമ്മളുടെ ഹൃദയം നേരത്തെ പറഞ്ഞ പോലെ ആ മുഷ്ടി ചുരുട്ടിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തുറന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. എന്നാലേ അതിന് സത്യം സ്വീകരിക്കാനും പറ്റുള്ളൂ. ആ കൈ കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണോ ഉള്ളത് അത് ഉണ്ടാവുള്ളൂ അല്ലെ. അതേപോലെ ഹൃദയം കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണോ വേണ്ടത് അത് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹൃദയം, ഓക്കെ, നമ്മൾ അങ്ങനെ ക്ലീൻ ആക്കിയ ഹൃദയം നമുക്ക് പറയാൻ പറ്റില്ല, ആക്കിക്കൊണ്ടിരിക്കുന്ന ഹൃദയം. കാരണം അത് എപ്പോഴും നമ്മൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിങ്ങൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയും തിന്മയിൽ നിന്ന് തൗബ ചെയ്ത് എന്നിലേക്ക് മടങ്ങുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് തുടച്ചു നീക്കിയിട്ട് തിന്മ ചെയ്യുകയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗത്തെ ഞാൻ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഖുദ്സിയിലൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തിന്മ ചെയ്യാത്തവരാകാൻ പോവാന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ തിന്മയിൽ നിന്ന് സ്ഥിരമായിട്ട് പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം തിന്മകളോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഒരു കുഞ്ഞ് തിന്മ ചെയ്താൽ പോലും ആ ഹൃദയത്തിന് വല്ലാത്തൊരു വേവലാതിയായിരിക്കും. അതിന്റെ ഈമാനല്ലേ എവിടെയോ പിടിച്ചു മുറുക്കുന്ന. അപ്പം അങ്ങനെയുള്ള ഹൃദയങ്ങൾക്ക് ശരിക്കും വിഷമം, വേവലാതികളും സമാധാനക്കേടുകളും വരിക തിന്മകൾ ചെയ്യുമ്പോഴാണ്. അതിന്റെ ഈമാനെതിരെയുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഹൃദയത്തിന് വല്ലാത്തൊരു ഇടങ്ങാറായിരിക്കും. ഹൃദയം ചിലപ്പം ഹൈപ്പർ സെൻസിറ്റീവ് ആവും. അതായത് ശരിക്കും ഞാൻ ഒരു തിന്മ ചെയ്തത് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടോ അല്ലെ, എന്തെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അന്വേഷിച്ച്, ഞാൻ ചെയ്യുന്നതിൽ ഇനി എന്തെങ്കിലും തെറ്റുണ്ടോ, എന്തെങ്കിലും തിന്മയുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരെ നമുക്ക് ഹൃദയത്തിനെ ക്ലീൻ ആക്കാൻ പറ്റും എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സസ്പിഷൻ ഉണ്ടല്ലോ, സംശയം, പടച്ചോനെ ഞാനിത് എന്തോ ചെയ്യുന്നുണ്ടോ, അതെന്തായിരിക്കും, എന്താ റബ്ബേ എനിക്കിനി തിരുത്താനുള്ളത് എന്ന് ഉള്ള ആ ഒരു തോന്നല് ഒരിക്കലും നമ്മുടെ ഹൃദയം തിന്മയിലായിരിക്കുക എന്നുള്ളതിന്റെ ഒരു അടയാളമായിക്കൊണ്ടെന്നില്ല. പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിട്ടുള്ള, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളായിട്ടുള്ള ഹൃദയങ്ങൾക്ക് അതിനെ അള്ളാഹുവിലേക്ക് ഗൈഡ് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ, ഒരു ഫീലിംഗ്, ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ് അത്. ഞാൻ ഇനിയും എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇനിയും എന്തോ തിരുത്താനുണ്ട്, ഇത് ഒന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടോന്ന് തപ്പി നടക്കുക. ആ ഒരു അവസ്ഥയിൽ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കുക തിന്മകളോട്. ഓക്കെ, അപ്പൊ അള്ളാഹുവിനോട് അങ്ങേയറ്റം അടുത്ത ഹൃദയങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു പ്രത്യേകം ബ്ലെസ്സിങ് തന്നെയാണ് അതെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഹൃദയത്തിന്റെ ഉടമകളാവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ഇത് അള്ളാഹിനോട് അങ്ങേയറ്റം അടുത്തവർക്ക് മാത്രം ഉള്ള ഒരു കാര്യമാണ്. എന്ത് കാര്യം അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തത് ചെയ്യാൻ ഇഷ്ടമില്ല, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു അലാറം അടിക്കല്. അള്ളാഹുവിൽ നിന്ന് അകലുമ്പോൾ മാത്രം മനസ്സിന് സമാധാനക്കേട്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അത് അള്ളാഹ് നോക്കിക്കോളും. ലൈംഗികമായിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിൽ അത് അള്ളാഹ് നോക്കിക്കോളും, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക്, എന്റെ ഹൃദയം അള്ളാഹുവിൽ നിന്ന് അകലുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഫുൾ ടൈം വിചാരണ ഹിസാബ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം എന്ന് പറയുന്നത് അള്ളാഹു അവനോട് അടുത്ത അവന് ഇഷ്ടമുള്ള ഹൃദയങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. അപ്രകാരം ഒരു ഹൃദയം അള്ളാഹുവിന് കീഴൊതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത, നമുക്ക് മനസ്സിലാവാൻ പോലും പറ്റാത്ത അത്രയും ഭംഗിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹൃദയങ്ങളെ സംരക്ഷിക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അള്ളാഹു അത്തരത്തിലുള്ള ഹൃദയത്തിന്റെ ഉടമകളാക്കി മാറ്റട്ടെ നമ്മളെല്ലാവരെയും. നമ്മളൊക്കെ ഒരുപാട് തിന്മകൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്. തിന്മകളെ നമ്മൾ സീരിയസ് ആക്കി എടുക്കണം. അതും സീരിയസ് ആക്കി എടുക്കണം എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ തിന്മകളും കൂടെ അങ്ങ് നിർത്താന്നുള്ളതല്ല, അതൊന്നും പ്രാക്ടിക്കലേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ റമളാനിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്രത്യേക പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ട് പലതും നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എത്രത്തോളം നിങ്ങൾ ഫോളോ ചെയ്തു എന്നറിയില്ല. ഇല്ലെങ്കിൽ ഇനിയെങ്കിലും തുടങ്ങാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന ഏതൊരു ക്ലാസ് ആണെങ്കിലും, ഇപ്പൊ ഡെയിലി 2:30 ക്ലാസ് ആണെങ്കിലും ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേൾക്കുന്ന ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ്സിൽ നിന്ന് എന്ത് എനിക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്, എന്ത് സ്റ്റോപ്പ് ചെയ്യാനുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്ത് തൗബ ചെയ്ത് മടങ്ങാനുണ്ടെന്ന് എഴുതി വെക്കുക. അതിന്
ഫോളോ ചെയ്യുക. അതിൽ നമുക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക. അതിനുവേണ്ടി ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. അത് എഴുതി വെച്ച് ട്രാക്ക് ചെയ്യുക. ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വന്ന് നോക്കുക, ഇതിൽ എന്തെങ്കിലും മാറ്റം എനിക്ക് വന്നോ, ഇല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന ദ്വാകൾ ഒന്നും കൂടെ തീവ്രമാക്കുക, സ്റ്റെപ്പുകൾ ഒന്നും കൂടെ സീരിയസ് ആക്കി എടുക്കുക. സീരിയസ് ആക്കുക, മെയിൻ ആയിട്ട് അതേ ഉള്ളൂ. ഇത് സീരിയസ് ആക്കുക. ബാക്കി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് അള്ളാഹ് അങ്ങ് നടത്തിക്കോളും. അതൊക്കെ അള്ളാഹിന്റെ റിസ്കിൽ പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. അതിനൊക്കെ നമ്മൾ എന്താ പറയാ, ഒരു മിനിമം നമ്മൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിന് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിയുമ്പോൾ അള്ളാഹു നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹജറുൽ അസ്വദ് മനുഷ്യന്മാരുടെ തിന്മ കാരണം ആ വെളുത്ത കല്ലായ പോലെ തന്നെ നമ്മൾ തിരിച്ചല്ലേ നമ്മുടെ നന്മ കാരണം നമ്മളെ ചുറ്റുപാടുമുള്ള ഭംഗി കൂടും. നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾ നല്ല രീതിയിൽ മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മളുടെ ഹൃദയത്തിന്റെ നന്മയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ഭയങ്കര തിരക്കാണ്, ഭയങ്കര പ്രയാസമാണെന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പാക്കി തന്നോണ്ടേയിരിക്കും. അത് വെറുതെ പറയുന്നതൊന്നുമല്ല, ഒരുപാട് അനുഭവമുള്ളവർ പറയുന്നതാണ്. അൽഹംദുലില്ലാ, അത് വർക്ക്ഔട്ട് ആവുന്ന കാര്യം തന്നെയാണ്. സീരിയസ് ആയിട്ട് എടുക്കുക. എല്ലാ കാര്യങ്ങളും നമ്മളെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സീരിയസ് ആക്കി എടുക്കുക. നമ്മൾ കണക്കിലെ ഒരു ദിവസം ചെലവായ കണക്കും വരവ് വന്ന കണക്കും ഒക്കെ എഴുതി വെക്കുന്നതിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന തിന്മകൾ, നമ്മൾ തിരുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ, അല്ലെ, കുഴപ്പമില്ല, ഇതൊന്നും മാറ്റാൻ പറ്റില്ല, ഇതൊന്നും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല, ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ തിരുത്താൻ ശ്രമിക്കണം, തൗബ ചെയ്ത് മടങ്ങണം. നാളെ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമുക്ക് തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും റബ്ബിനോട് സഹായം ചെയ്തിടുക, വീണ്ടും തൗബ ചെയ്ത് മടങ്ങുക. പക്ഷേ അത് ചെയ്യണം, ശ്രമിക്കണം. ശ്രമത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തുനിന്ന് പ്രതിഫലം, ശ്രമത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തുനിന്ന് സഹായം. നമ്മൾ വെറുതെ ദിവാസ്വപ്നം കണ്ടിരുന്നതുകൊണ്ട് അള്ളാഹിന്റെ സഹായമൊന്നും കിട്ടൂല. ഓക്കെ, അപ്പം എല്ലാവരും സീരിയസ് ആക്കി എടുക്കുക. ഞാനും എന്നോടും കൂടെ പറയാണ്, നമ്മൾ ഇത് വളരെ സീരിയസ് ആക്കി എടുക്കണം. റമദാനിലെ അവസാനത്തെ 10 മാത്രം ചെയ്യാനുള്ള കാര്യമല്ല ഇത്. വെറുതെ അള്ളാഹുമ്മ എന്ന് പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞത് കൊണ്ട് തീരുന്ന കാര്യമല്ല. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനും നമുക്ക് മറുപടി തരും, അതിനും നമുക്ക് പ്രതിഫലം തരും, അതിനും നമുക്ക് നമ്മുടെ തിന്മകൾ തുടയ്ക്കാനും കവർ ചെയ്യാനൊക്കെ അള്ളാഹു സഹായിക്കും. എന്നാലും നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകണം, അല്ലെ. നമുക്ക് ഖുർആനിൽ നിന്നുള്ള ഹിദായത്ത് കംപ്ലീറ്റ് നമ്മളെ കഴിവിന്റെ മാക്സിമം കിട്ടണമെങ്കിൽ അത്രയും അത് റിസീവ് ചെയ്യാൻ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ കേപ്പബിൾ ആക്കി വെക്കണം. അതിനു വേണ്ടി നമ്മൾ മത്സരിക്കണം. ഓക്കെ, നമ്മൾ എക്സാമിന് മാർക്ക് കിട്ടല് ജസ്റ്റ് അതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. ഖുർആനിൽ നിന്നുള്ള ഹിദായത്ത് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം എത്രത്തോളം ഓപ്പൺ ആണ്, എത്രത്തോളം ഈ റാൻ ഇല്ലാതെ റസ്റ്റഡ് കവറിങ് ഇല്ലാതെ ക്ലീൻ ആണെന്നുള്ളതിനനുസരിച്ചാണ് ഖുർആനിൽ നിന്നുള്ള ഹിദായത്ത് നമുക്ക് കിട്ടുള്ളൂ. അതിനു വേണ്ടി നമ്മൾ മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അഗ്സിൽ ഖുലൂബനാ ബിമാഇൽ സൽജി വൽബർദി ونقي قلوبنا من الخطايا كما نقيت الثوب الأبيض من الدنس وباعد بيننا وبين خطايانا كما باعدت بين المشرق والمغرب. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. يا مقلب القلوب ثبت قلبي على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام.